അറബിക്കടലിൻ്റെ സാഗരഗീതം കേട്ടുകൊണ്ടാണ് നാൾ പുഷ്ടാച്ചി നടക്കുന്നത്. ആ സാഗരഗീതം പോലെ തന്നെ ജീവിതത്തിൻ്റെ അവസാനം വരെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് വാഗ്ജ്വാലകൾ കൊണ്ട്, ആശയങ്ങൾ കൊണ്ട് മഹാസാഗരം തീർത്ത ആ നിത്യ ചൈതന്യം. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതൊന്നും ഈ സന്ദർഭത്തിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ മാത്രമല്ല, ഈ മഹാരാജ്യത്തിൻ്റെ സാഹിത്യ മഹാചക്രവാളത്തിലെ നിത്യ ശോഭയാർന്ന ഒരു മഹാവ്യക്തിത്വം, മുഖവര കൊണ്ടും ആമുഖം കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ആ മഹാജ്യോതിഷിനെ കുറിച്ച് പറയാൻ കഴിയില്ല. പറയാനുള്ള അർഹത പോലും ഇതിനെപ്പോലുള്ളവർക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഓർമ്മയ്ക്ക് മുമ്പിൽ, ആ പ്രോജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ സ്നേഹനിർഭരമായി വിനയഭരിതമായി പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ പ്രസംഗിക്കുന്നു. സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലയിലെ ഇടപെടലുകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ച മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും കേരളം ഓർക്കും. വർഷത്തിലൊരിക്കൽ മാത്രം നമ്മുടെ ഓർമ്മയിൽ വരുന്ന പേരല്ല. വിമർശനങ്ങൾ കേരള സമൂഹത്തെ നവീകരിക്കുന്നതിന് പര്യാപ്തമായതായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുകുമാർ അഴീക്കോടിൻ്റെ പാവന സ്മരണക്ക് മുമ്പിൽ ഒരു കൂടി പൂക്കൾ അർപ്പിക്കുന്നു.